എൻ്റെ ഒരു സുഹൃത്തിന് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ക്യാൻസർ എന്ന് പറയുന്ന മാരകമായിട്ടുള്ള രോഗം പിടിപെട്ടു. മൂന്നാമത്തെ വർഷം പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ ക്യാൻസർ വന്നത്. അപ്പോൾ ഏത് നാലാമത്തെ സ്റ്റേജിലായിരുന്നു. ഒരു പ്രതീക്ഷയും ഉണ്ടായില്ല. എല്ലാവരും വിചാരിച്ചു മരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അദ്ദേഹം ആ ക്യാൻസറിനെ മറികടന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് പഴയതുപോലെ വന്നു. അപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ സമയത്തെ മറികടക്കുവാൻ സാധിച്ചത്? ക്യാൻസർ വന്ന ഒട്ടനവധി ആളുകൾ മരിക്കുന്നു, പക്ഷെ നിങ്ങൾ ഈ മരണത്തെ എങ്ങനെയാണ് മറികടന്നത്? അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞത് ഒരു പുസ്തകമാണ് അദ്ദേഹത്തെ ആ സമയത്ത് നിലനിർത്താൻ സഹായിച്ചത്. ആ പുസ്തകത്തിൻ്റെ പേര് മാൻസ് സെർച്ച് ഫോർ മീനിങ് എന്നാണ്. വിക്ടർ ഫ്രാങ്കിൾ എഴുതിയ മാൻസ് സെർച്ച് ഫോർ മീനിങ്, ജീവിതത്തിൻ്റെ അർത്ഥം തേടുന്ന മനുഷ്യൻ എന്ന് പറയുന്ന പുസ്തകം. അതാണ് അദ്ദേഹത്തെ ആ മരണക്കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വരാനായിട്ട് സഹായിച്ചത്. അപ്പം ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ പിതാവ് ഈ മകനെ കീമോതെറാപ്പി ചെയ്യുന്നു. ഹൈലി പെയിൻഫുൾ ആയിട്ടുള്ള വേദനാജനകമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ഇതെല്ലാം കണ്ട് സഹിക്കാനാകാതെ ഈ വ്യക്തിയുടെ പിതാവിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു. ആൻജിയോപ്ലാസ്റ്റിയും ബയോ എല്ലാം ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പം അത്രയും പെയിൻഫുൾ അവസ്ഥയിലും ഇദ്ദേഹത്തെ പ്രതീക്ഷ നൽകിയ പുസ്തകമാണ് മാൻസ് സെർച്ച് ഫോർ മീനിങ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ പുസ്തകം ഞാൻ വായിക്കാൻ എല്ലാവരോടും ആവശ്യപ്പെടുകയാണ്. എസ്പെഷ്യലി നിങ്ങൾ ദുഃഖത്തോടെ കടന്നു പോകുന്ന ആളാണെങ്കിൽ, ഇനി ജീവിതം മുന്നോട്ട് പോകുകയില്ല എന്ന് ചിന്തിക്കുന്ന ആളാണെങ്കിൽ, ഇനി എന്തിനു ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന ആളാണെങ്കിൽ, ഇനി ഒരിക്കലും ഒരു പുതിയ പ്രതീക്ഷ ഉണ്ടാകില്ല എന്ന് ചിന്തിക്കുന്ന ആളാണെങ്കിൽ ഈ പുസ്തകം വായിക്കുക. വിക്ടർ ഫ്രാങ്കിൾ ഹിറ്റ്ലറുടെ നാസി പട്ടാള ക്യാമ്പിലെ ഹോളോകാസ്റ്റിൽ ദുരിതം അനുഭവിച്ച് മരണത്തിന് മുഖാമുഖം കണ്ട വ്യക്തിയാണ്. മരിക്കാൻ കൊതിച്ച വ്യക്തിയാണ്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ധാരാളം ആളുകൾ മരിക്കാൻ കൊതിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് അദ്ദേഹത്തിന് വളരെയധികം സ്നേഹമുള്ള ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കാണാതെയാവുന്നു. അദ്ദേഹം വളരെയധികം വിഷമിക്കുന്നു. ഒരിക്കലും അറിയുകയാണ് ഭാര്യയെ ഈ ഹോളോകാസ്റ്റിൽ വെച്ച് നാസി പട്ടാളക്കാർ ക്രൂരമായി കൊലപ്പെടുത്തിയെന്ന്. അദ്ദേഹത്തിന് എത്ര പറഞ്ഞിട്ടോ എത്ര സഹിക്കാനോ സാധിച്ചത്, ഇനി എന്തിനു ജീവിക്കണമെന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. പക്ഷെ അദ്ദേഹം അന്ന് മനസ്സിലാക്കി, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. അങ്ങനെ അദ്ദേഹം ട്രാജിക് ഒപ്റ്റിമിസം എന്നൊരു ആശയത്തെ മെനഞ്ഞെടുക്കുകയാണ്. ട്രാജിക് ഒപ്റ്റിമിസം എന്ന ഏറ്റവും ദുരിതം പിടിച്ച, ഏറ്റവും വേദനാജനകമായ, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട അവസാന മിനിറ്റിലും ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ചോദ്യം. അപ്പം അദ്ദേഹം നേരിട്ട് ഈ അവസ്ഥയെ പറയുന്നത് എക്സിസ്റ്റൻഷ്യൽ വാക്വം എന്നാണ്. ഇനി എന്തിനു ജീവിക്കണം? എൻ്റെ മക്കളും ഭാര്യയും കുടുംബവും എല്ലാം നഷ്ടപ്പെട്ടു. ഇനി രക്ഷപ്പെടുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. അപ്പം അദ്ദേഹം പറയുന്നത്, ഈ പട്ടാള ക്യാമ്പിൽ 99.9% ആളുകളും ഇതേ ചിന്തയാണ്. ഇനി മരിച്ചാൽ മതി ചിന്തയാണ്. പലരും മരിക്കാനുള്ള കാരണം തന്നെ ഇതാണ്. പക്ഷെ ഇദ്ദേഹം പറയുന്നത്, എനിക്ക് ജീവിതത്തോട് ഒരു കടപ്പാടുണ്ട്. ഈ ജീവിതം എന്നിൽ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അത് ചെയ്യേണ്ടത് എനിക്ക് ആവശ്യമാണ്. അപ്പോൾ അദ്ദേഹം ആ ശക്തിയിൽ അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കുകയും അദ്ദേഹം ആളുകളെ സഹായിക്കാൻ തുടങ്ങുകയും ചെയ്യുകയാണ്. പലർക്കും പ്രതീക്ഷ നൽകുക എന്നുള്ളതാണ് തൻ്റെ മിഷൻ എന്ന് ഈ വിക്ടർ ഫ്രാങ്ക്ലിൻ മനസ്സിലാക്കുകയും, മരിക്കുമെന്ന് തോന്നുന്ന നിമിഷത്തിലും അദ്ദേഹം ചിന്തിക്കുന്നത്, എനിക്കൊരാളെ സഹായിക്കണം, എനിക്കൊരാളെ മോട്ടിവേറ്റ് ചെയ്യണം, എനിക്കൊരാളെ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരണം എന്നാണ് വിക്ടർ ഫ്രാങ്ക്ലിൻ ചിന്തിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഓരോ ആളോട് പറയുക. ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ക്രൂരമായി കൊല്ലപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുക, എന്തിനു ജീവിക്കുക ചിന്തിക്കുക. അപ്പോൾ അത് വിക്ടർ ഫ്രാങ്ക്ലിൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ശരിയാണ്, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല. പട്ടാളക്കാരിൽ മരിക്കാൻ സാധ്യതയുണ്ട്. ക്രൂരന്മാരായ അവർ, ദുഷ്ടന്മാരായ അവർ നമ്മൾ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. എന്നാലും ജീവിച്ചിരിക്കുന്ന അത്രയും കാലഘട്ടത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും? അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേദനിക്കുന്ന ആളുകളെ ഒന്ന് ചികിത്സിക്കാൻ അല്ലെങ്കിൽ സ്വാതന്ത്ര്യപ്പെടുത്തുവാനോ സാധിക്കും. നിങ്ങൾ അത് ചെയ്യൂ. അവനൊരു പ്രൊഫസർ, അദ്ദേഹത്തോടും ഇദ്ദേഹം ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്, എന്ത് ചെയ്യാൻ സാധിക്കും? അദ്ദേഹത്തോടും ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നു. അവരും ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു. ഇപ്പോൾ ലോഗോ തെറാപ്പി എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഈ നല്ല വാക്കുകളിലൂടെ നമുക്ക് ആളുകളെ ആശ്വസിപ്പിക്കുകയും ഒപ്പം തന്നെ ജീവിതത്തേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും സാധിക്കുന്ന അവസ്ഥ. അദ്ദേഹം വളരെ മനോഹരമായ ചിന്തയാണ് ഈ പുസ്തകം നമ്മളോട് പങ്കുവയ്ക്കുന്നത്. എനിക്ക് ജീവിതത്തോട് ഒരു കടപ്പാടുണ്ട്. അദ്ദേഹം പറയുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മനുഷ്യനെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഒന്ന് ലവ്, സ്നേഹം. സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ബന്ധങ്ങൾ അല്ലേ, മാതാപിതാക്കളായിരിക്കാം, ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം, മക്കളായിരിക്കാം, അവരോടുമായിട്ടുള്ള സ്നേഹമാണ് നമ്മെ ജീവിക്കാൻ സഹായിക്കുന്നത്. 3 വർക്ക്, ജോലി. നാം ചെയ്ത ജോലി നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ പാഷൻ നമ്മെ ജീവിക്കാനായിട്ട് സഹായിക്കും. 3ാമത്തതാണ് അദ്ദേഹം പറയുന്നത് സഫറിങ്സ്. ഒരു വലിയ ദുരിതം നേരിട്ടാൽ, വലിയ ബുദ്ധിമുട്ട് നേരിട്ടാൽ, വലിയ വേദന നേരിട്ടാൽ
ആ വേദന നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനുള്ള പ്രചോദനമായി മാറണമെന്നാണ് വിക്ടർ ഫ്രാങ്കൽ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നാം ജീവിതത്തെ എങ്ങനെയാണ് സമീപിക്കുന്നത്? ഒരു കടം വരുമ്പോൾ, ഒരു ബ്രേക്കപ്പ് വരുമ്പോൾ, രോഗം വരുമ്പോൾ, കളിയാക്കൽ വരുമ്പോൾ, നിരാശ വരുമ്പോൾ, തോൽവി വരുമ്പോൾ എല്ലാം തീർന്നോ ചിന്തിക്കുന്ന ആളാണോ? ഇനി ജീവിതം ഇനി മുന്നോട്ട് പോകുകയില്ല ചിന്തിക്കുന്ന ആളാണോ? ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, എല്ലാവരും കളിയാക്കി, എനിക്ക് അവമാനം നേരിട്ടു, ഞാൻ പരാജയപ്പെട്ടു, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല ചിന്തിക്കുന്ന ആളാണോ? അങ്ങനെയാണെങ്കിൽ പുസ്തകത്തിലെ ക്യാരക്ടറുകൾ ചിന്തിച്ച് നോക്കൂ. എത്രയോ പ്രചോദനം നൽകുന്ന പുസ്തകമാണത്. ഒട്ടനവധി ആളുകൾ ആത്മഹത്യയെല്ലാം ചെയ്യുന്നുണ്ട്. കടം വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നു, ബ്രേക്കപ്പ് ഉണ്ടാകുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നു, പരീക്ഷയ്ക്ക് തോക്കുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നു. അതിൻ്റെ ആവശ്യമുണ്ടോ? ഈ ഭൂമിയിൽ നാം ജീവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് നമ്മുടെ ജീവിതത്തോടൊരു കടപ്പാടുണ്ട് എന്ന് മനസ്സിലാക്കുക. എത്ര വന്നാലും എനിക്ക് ഇനിയും ജീവിക്കണം, ഇനിയും മുന്നോട്ട് പോകണമെന്നുള്ള ചിന്തയാണ് നമ്മൾ നയിക്കേണ്ടത്. നിങ്ങൾ